മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ഇരയായവരുടെ പുനരധിവാസത്തിനുള്ള കരട് പദ്ധതി മന്ത്രിസഭാ യോഗത്തിൽ അവതരിപ്പിച്ചു. ദുരന്തത്തിന് ഇരയായവരെ പുനരധിവസിപ്പിക്കാൻ 2 ടൗൺഷിപ്പുകൾ നിർമ്മിക്കും. പദ്ധതിക്ക് വ്യാഴാഴ്ച മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകും. വയനാട് പുനരധിവാസ പദ്ധതിയുടെ അവതരണത്തിന് വേണ്ടിയാണ് ഇന്ന് പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്നത്. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ പുനരധിവാസ പദ്ധതിയുടെ കരട് മന്ത്രിസഭാ യോഗത്തിൽ അവതരിപ്പിച്ചു. പവർ പോയിന്റ് പ്രസന്റേഷനിൽ വീടുകളുടെ ഡിസൈൻ അടക്കമുള്ള കാര്യങ്ങൾ വിശദമാക്കി. ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാൻ 2 ടൗൺഷിപ്പുകൾ നിർമ്മിക്കും. ഒന്ന് കൽപ്പറ്റയിലും മറ്റൊന്ന് മേപ്പാടി നെടുമ്പാലയിലുമാണ്. 2 ടൗൺഷിപ്പുകളും ഒറ്റഘട്ടമായി പൂർത്തിയാക്കും. 1000 സ്ക്വയർ ഫീറ്റുള്ള ഒറ്റനില വീടുകളാണ് നിർമ്മിച്ചു നൽകുക. എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള ടൗൺഷിപ്പുകൾക്ക് 750 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. പുനരധിവാസത്തിന് സഹായം വാഗ്ദാനം ചെയ്തവരുടെ വിശദാംശങ്ങളും കരട് പദ്ധതിയുടെ ഭാഗമായി അവതരിപ്പിച്ചു. സഹായം വാഗ്ദാനം ചെയ്ത 38 പേരുമായി മുഖ്യമന്ത്രി നേരിട്ട് സംസാരിക്കും. 50 വീടുകൾ മുതൽ വാഗ്ദാനം ചെയ്തവരെ പ്രധാന സ്പോൺസർമാരായി കണക്കാക്കും. പുനരധിവാസ പദ്ധതി അടുത്ത വ്യാഴാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്ത് അംഗീകരിക്കും. പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിക്കുന്ന തീരുമാനവും മന്ത്രിസഭ കൈക്കൊള്ളും. ആർ ശ്രീജിത്ത്, 24 തിരുവനന്തപുരം.